ബാലിയിലേക്ക് എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം നൂസ പെനീഡ. അവിടേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. അതിനായി ആദ്യം റോഡ് മാർഗം സനൂർ ഹാർബറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബാലിയോട് ചേർന്ന് കിടക്കുന്ന ചെറുദ്വീപുകളിലേക്ക് ബോട്ട് സർവീസ് ഉള്ളത് ഇവിടെ നിന്നാണ്. പല പ്രൈവറ്റ് കമ്പനികളും നടത്തുന്ന ഇത്തരം സ്പീഡ് ബോട്ട് സർവീസുകൾ ഇവിടെ രാവിലെ 7 മുതൽ ആരംഭിക്കുന്നു. നൂസ പെനീഡയിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. വിവിധ ബോട്ട് കമ്പനികളുടെ ടിക്കറ്റ് നിരക്കുകൾ ഒരു ഭാഗത്തേക്ക് 500 ഇന്ത്യൻ രൂപ മുതൽ ആരംഭിക്കുന്നു. വെയിറ്റിംഗ് ടൈമിൽ പ്രാതൽ കഴിക്കാൻ ഇന്ത്യൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ തനതു ഭക്ഷണങ്ങൾ വിൽക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. കറൻസി എക്സ്ചേഞ്ച് സെൻ്ററും ഇവിടെ ലഭ്യമാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടി ടിക്കറ്റ് പരിശോധിച്ച് സഞ്ചാരികളെ വരിവരിയായി അവരവരുടെ ബോട്ടുകളിലേക്ക് ആനയിക്കുന്നു. നൂസ പെനീഡയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. 2016 വരെ അത്രയാരും ശ്രദ്ധിക്കാത്ത ഈ ദ്വീപ് ഇപ്പോൾ വളരെ വേഗം വളർന്നുവരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഇപ്പോൾ ഇവിടെയുണ്ട്. സമയപരിമിതി കാരണം എനിക്ക് ഇന്നു തന്നെ തിരിച്ചു പോരണം. വൈകിട്ട് 4:30 ആണ് അവസാന ബോട്ട്. ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ വെസ്റ്റ് നൂസ പെനീഡ, ഈസ്റ്റ് നൂസ പെനീഡ എന്നിങ്ങനെ 2 പ്രദേശങ്ങളിലായി തിരിച്ചിരിക്കുന്നു. ഒരു ദിവസം ഒരു പ്രദേശം മാത്രമേ സന്ദർശിക്കാൻ സമയം അനുവദിക്കൂ എന്ന് ഹാർബറിൽ നിന്നും ലഭിച്ച ടാക്സിയിലെ ഡ്രൈവർ എന്നോട് പറഞ്ഞു. വെസ്റ്റ് നൂസ പെനീഡയിൽ സ്ഥിതി ചെയ്യുന്ന കിലിക്കിംഗ് ബീച്ചും ഈസ്റ്റ് നൂസ പെനീഡയിൽ സ്ഥിതി ചെയ്യുന്ന ഡയമണ്ട് ബീച്ചും സന്ദർശിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ബോട്ട് മിസ്സായാൽ ഞാൻ പരാതി പറയില്ല എന്ന ധാരണയിൽ ഡ്രൈവർ ആദ്യം ഈസ്റ്റ് നൂസ പെനീഡയിലെ ഡയമണ്ട് ബീച്ചിലേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നു. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഞാൻ ഡയമണ്ട് ബീച്ചിൻ്റെ മുകൾ ഭാഗത്തെത്തി. അതിസുന്ദരമായ ഡയമണ്ട് ബീച്ച്. ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. വളരെ അപകടം പിടിച്ച ഇറക്കമാണ്. ഷൂട്ട് ചെയ്താൽ താഴെ വീഴും എന്നുറപ്പായതിനാൽ അപകടം പിടിച്ച വഴികൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. പതിനഞ്ച് മിനിറ്റിൻ്റെ അഭ്യാസം കഴിഞ്ഞ് താഴെ എത്തിയിരിക്കുന്നു. വളരെ ശക്തമായ തിരമാലകളും പവിഴപ്പുറ്റുകളും പാറകളും വെള്ളത്തിലേക്ക് ഇറങ്ങുക അസാധ്യമാക്കുന്നു. എന്നാൽ വന്യമായ ഒരു സൗന്ദര്യം ഈ ബീച്ചിൽ അലയടിക്കുന്നു. തിരിച്ച് മുകളിലേക്ക്. ഡയമണ്ട് ബീച്ച് ഏറ്റവും സുന്ദരം മുകളിൽ നിന്ന് കാണുവാനാണ്. കഫേയിൽ നിന്നും ഇളനീർ മാത്രം കഴിച്ച് അകലെ കാണുന്ന അടു ബീച്ച് നോക്കി ഞാൻ നിന്നു. അങ്ങോട്ടൊന്നും പോകാൻ സമയം തീരെയില്ല. ഇനി നേരെ വിപരീത ഭാഗത്ത് നൂസ പെനീഡയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കിലിക്കിംഗ് ബീച്ചിലേക്ക്. ഇവിടുത്തെ റോഡ് സാഹചര്യം കണ്ടിട്ട് ഡ്രൈവർ പറഞ്ഞ പോലെ എൻ്റെ ബോട്ട് മിസ്സാവാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അങ്ങനെ കിലിക്കിംഗ് ബീച്ചിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ടിക്കറ്റ് ഇല്ല. ഡയമണ്ട് ബീച്ചിലെ പോലെയല്ല, ഇവിടെ നല്ല ജനത്തിരക്കാണ്. ഒരു ദിവസം കൊണ്ട് നൂസ പെനീഡ കണ്ടുപോകുന്നവരെല്ലാം ഇവിടെ വരും. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. കിലിക്കിംഗ് ബീച്ചിൻ്റെ ആകാശ ദൃശ്യം അതിമനോഹരമാണ്. താഴെ ബീച്ചിലേക്ക് ഇറങ്ങിയാൽ ബോട്ട് മിസ്സാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നേരെ ഹാർബറിലേക്ക് യാത്ര തിരിച്ചു. ഒരു ഭാഗത്ത് ബാലിയിലെ ജനങ്ങൾ ആരാധിച്ചു പോരുന്ന മൗണ്ട് അഗുങ് എന്ന അഗ്നിപർവ്വതം തല ഉയർത്തി നിൽക്കുന്നു. നാല് 30 തന്നെ ബോട്ട് ബാലിയിലെ സനൂർ ഹാർബർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു.
സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തി. ബാലിയിലെ രാത്രി കാഴ്ചകൾ കണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക്.